ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു അഡ്വഞ്ചറിലേക്കാണ്. എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു പാരാഗ്ലൈഡിങ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ നേരെ പോയത് വെസ്റ്റ് ബംഗാളിലെ കാലിംപോങ് ഡിസ്ട്രിക്റ്റിലായിരുന്നു. പക്ഷെ അവിടെ പാരാഗ്ലൈഡിങ് എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ഡേ മഞ്ഞ് മൂടിയത് കൊണ്ട് മിസ്റ്റുകാരം കൊണ്ട് പൈലറ്റിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് അന്ന് ഫുള്ളായിരുന്നു. നിരാശയോടെ തിരിച്ചു വരേണ്ടി വന്നു. പിന്നീട് ഞാൻ പോകാൻ പ്ലാനിട്ടായ സ്ഥലമായിരുന്നു ബീർബില്ല്, വൺ ഓഫ് ദ ബെസ്റ്റ് പാരാഗ്ലൈഡിംഗ് ഇൻ ഇന്ത്യ. അങ്ങനെ ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബീർബില്ലിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പാരാഗ്ലൈഡിംഗ് സ്പോട്ടിലെത്തി. നിങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് പാരാഗ്ലൈഡിംഗ് ഏജൻസികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, പാരാഗ്ലൈഡിംഗ് ചെയ്യാനൊക്കെ വേണം. പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് പൈലറ്റിൻ്റെ ലൈസൻസൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളത് ചൂസ് ചെയ്യാൻ. അങ്ങനെ ഞാൻ ജമ്പിങ് ചെയ്യേണ്ട സ്പോട്ടിലെത്തി. ഇവൻ ഓഫ് സീസൺ ആയാലും കൂടി ഒരുപാട് ആൾക്കാർ അന്ന് പാരാഗ്ലൈഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ ഔട്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാരാണ് ഒരുപാട് കണ്ടിരുന്നത്. അധികം നോക്കണ്ട, അയാൾ വീടാനൊന്നും പോയില്ല. പക്ഷെ എല്ലാം പ്രാക്ടീസുള്ള ആൾക്കാരാണ് കേട്ടോ. സിംഗിളായിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നവരൊക്കെ ഒരുപാട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അങ്ങനെ നമ്മൾ പാരാഗ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് ഈ ആകാശത്തൊക്കെ പറവണൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പറക്കില്ല, അതേപോലെയാണ് കാണുമ്പോൾ എനിക്ക് തോന്നിയത്. സപ്പോസ് നിങ്ങൾ താഴെ പാരാഗ്ലൈഡിങ് ഏജൻസിനെ കിട്ടിയില്ലെങ്കിൽ മേലെ വന്നാലും കൂടി ഇവിടെ കുറേ ഏജൻസികളുണ്ട്, നിങ്ങൾക്ക് പാരാഗ്ലൈഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ പൈലറ്റ്. ആള് ഹിമാചലിൽ തന്നെയാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. പാരാഗ്ലൈഡിങ് ചെയ്യുന്നതിന് കുറേ കാര്യങ്ങൾ എനിക്കത് പറഞ്ഞു. പിന്നെ പരിശീലനം പൈലറ്റിന് എടുക്കണം, സേഫ്റ്റി എക്വിപ്മെൻ്റ് സൂക്ഷിക്കണം, ഉറപ്പാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. ഇന്നും 12 ഇയേഴ്സിന് മേലുള്ളവർക്ക് പാരാഗ്ലൈഡ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം 35 kg വെയിറ്റെങ്കിലും വേണം. അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ടത്. 71 വയസ്സുള്ള ന്യൂസിലാൻഡുകാരൻ ഇവിടെ പാരാഗ്ലൈഡ് ചെയ്യാൻ ഒരുപാട് തവണ പാരാഗ്ലൈഡിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക്. ഞാൻ അയാളുടെ വയസ്സ് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ പറയും, അയ്യോ നമുക്ക് വയസ്സായി, നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. കണ്ടില്ല, 71 വയസ്സിലെ അയാളെ ജമ്പ് ചെയ്യാൻ വന്നത്. ജമ്പിന് മുമ്പ് ഈ പൈലറ്റ് നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻ തരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. കാലുകൾ എങ്ങനെ അവർ ഹോൾഡ് ചെയ്യണമെന്നും, എങ്ങനെ അവർ ലാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാലുകളൊക്കെ വെക്കണമെന്നും, മേലെ ആകാശത്ത് നിൽക്കുമ്പോൾ ഏത് രീതിയിൽ വേണം ക്യാമറ എല്ലാം ഹോൾഡ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും വിശദമായിട്ട്. ഇവിടെ പലതരത്തിലുള്ള ആൾക്കാർ വരാറുണ്ട്. ഒന്ന് ഇൻഡിവിജ്വലായിട്ട് ജമ്പ് ചെയ്യാൻ വരുന്നത്, പിന്നെ ഒന്ന് ഗ്രൂപ്പായിട്ട്, പിന്നെ ഒന്ന് വേൾഡ് റെക്കോർഡ് ഇടാൻ വേണ്ടിയിട്ട്. ഇത് ഓഫ് സീസണായിട്ടും കൂടി ഇങ്ങനെയാണ് ആൾക്കാർ. ഈ പീക്ക് സമയങ്ങളുണ്ട് അത്ര, അതായത് മഴക്കാലം കഴിഞ്ഞിട്ട്, അപ്പോൾ ഇവിടെ ഈ പാരാഗ്ലൈഡിൻ്റെ കോമ്പറ്റീഷൻ നടക്കാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ പൈലറ്റ് എനിക്ക് വേണ്ടി പാരാഗ്ലൈഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ആദ്യം നല്ല രീതിയിൽ എന്നെ നിവർത്തണം, പിന്നീടൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു കാറ്റിനനുസരിച്ച് അവർ ജമ്പ് ചെയ്യാനായിട്ട് റെഡി ആവുന്നത്. ചെയ്ത് ആകാശത്തെത്തുമ്പോൾ നമ്മൾ ഇവിടെയാണ്, ഈ ഒരു സീറ്റിലാണ് നമ്മൾ ഇരിക്കുക. ആ ഒരു 25-30 മിനിറ്റ് ക്യാമറയും എല്ലാ സാധനവും. कितने कई तक हम लोग को पैराग्लाइडिंग करते हैं? 120 वाला तो कितना केज कमी होगा. നമ്മളുടെ ശരീരം ഫിറ്റ് ആവണമെന്ന് നോക്കണം. പിന്നെ 115 കിലോ വരെയുള്ള ആൾക്കാർ ഇദ്ദേഹം ജമ്പിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു വിദേശിക്ക് ചാടണമെന്നുണ്ട്, പക്ഷെ അവൾക്ക് പേടിയുണ്ട്. അപ്പോൾ അവളെ കൂടെയുള്ള കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചാട് വന്നിട്ട്. ഈ അഡ്വഞ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിലും കൂടി മനസ്സിൽ ലേശം പേടിയൊക്കെ ഉണ്ടാവും. എന്താവോ, ആകാശത്ത് നീ പൊട്ടി വീഴുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട്. നോക്കാം എന്തായാലും. ഈ നിവർത്തിക്കൊണ്ടിരിക്കുന്ന കനോപ്പിയല്ലേ ജമ്പ് ചെയ്യുന്ന സംഭവം, അത് ഏകദേശം 100 തവണ മാത്രമേ അതിൽ ജമ്പ് ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ വാറൻറ്റി. അത് കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ മേലെ എങ്ങനെ പോയി ഞാൻ സപ്പോസ് നിവർന്നില്ല അല്ലെങ്കിൽ എന്ത്, അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് എമർജൻസി യൂസ് ചെയ്യുന്ന സംഭവം കൊണ്ട് പറഞ്ഞു.
എനിക്ക് ചുറ്റും ഓരോ ആൾക്കാർ ജമ്പ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നീടാണ് മനസ്സിലാക്കിയത് പലതരത്തിലുള്ള പാരഗ്ലൈഡിങ് ഉണ്ടെന്ന്. ഒന്ന് ടാൻഡം പാരഗ്ലൈഡിങ്, അതായത് ഏറ്റവും കൂടുതൽ പരിചയസമ്പന്നരായുള്ള പൈലറ്റുകളുടെ ജമ്പ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നു. പിന്നീട് സോളോ ഒറ്റയ്ക്ക് ജമ്പ് ചെയ്യുന്നത് പ്രാക്ടീസൊക്കെ ചെയ്ത ലൈസൻസ് പൈലറ്റ് ഉള്ളവർ കേട്ടോ. പിന്നീട് ക്രോസ് കൺട്രി പൈലറ്റ്സ്, തെർമലിലൊക്കെ ഉപയോഗിച്ച് കൂടുതൽ നേരം, ഒരു മിനിമം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആകാശത്ത് നിൽക്കും ഈ പരിധിനൊക്കെ പോലെ. പിന്നെ ഉള്ളത് ആക്രോ പാരഗ്ലൈഡിങ്, നമ്മൾ സ്പിൻസ്, വിങ് ഓവേഴ്സ് ഒക്കെ തുടങ്ങിയ ഏരിയ മാനുവറൊക്കെ ഉൾപ്പെടുന്ന അഡ്വാൻസ് സിസ്റ്റം. അങ്ങനെ പൈലറ്റ് എനിക്ക് ഹെൽമെറ്റെല്ലാം സെറ്റ് ചെയ്ത് അന്ന് ജമ്പ് ചെയ്തു. എൻ്റെ കൃഷ്ണ ഗുരുവായൂർ പോകേണ്ട അടുത്ത ജമ്പായിരുന്നു. പിന്നീട് എനിക്ക് കിളി പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവനായ എന്നെക്കുറിച്ച് അങ്ങ് കറക്കാൻ തുടങ്ങി. ഞാൻ സത്യത്തിൽ നമ്മൾ ആകാശത്ത് പറന്ന് നടക്കുന്ന പരുന്തിൻ്റെ പിന്നാൽപ്പുറം, അത് മുതുക അടക്കം കണ്ടു, അത്രയും ഹൈറ്റിൽ പോയി. പിന്നെ അവൻ പറഞ്ഞു പേടിയുണ്ട് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മേലോട്ട് പറക്കാന്ന് പറഞ്ഞിട്ട് നല്ല ഹൈറ്റിൽ 1 കിലോമീറ്ററും കൂടി മേലോട്ട് പറന്നു പോകാൻ. സത്യം പറയാലോ റിസ്ക് ഉള്ള പടിയാണ്, പക്ഷെ പേടിയുണ്ടായിരുന്നു. താഴെ നോക്കുമ്പോൾ ഫുള്ള് ഒരു കാട് പിടിച്ച സ്ഥലങ്ങളായിരുന്നു. വീണ് കഴിഞ്ഞാൽ നമ്മുടെ എല്ല് പോലും കിട്ടില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ സ്വന്തം കയ്യിൽ മൊബൈൽ പോലും എടുത്ത് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചാൽ ഒന്നും നടക്കാത്തതായിരുന്നു, പേടിച്ചിട്ട്. എന്തോ ഭാഗത്തിന് ബൈ ഗോഡ് ഗ്രേസ് കൊണ്ട് ഞാൻ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ തലയൊക്കെ ഒരു കറങ്ങുന്ന പോലെ തോന്നും. അടുത്തൊരു ജ്യൂസ് ഷോപ്പിൽ പോയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ച് ഒരു 15 മിനിറ്റ് ഇരുന്നപ്പോഴാണ് കുറച്ചെങ്കിലും സെറ്റായത്. ബട്ട് ഒരു 40 മിനിറ്റ് ഞാൻ ആകാശത്തിനുണ്ടായിരുന്നു. ഒരു പറവകളെ പോലെ എനിക്ക് ചുറ്റും നല്ല ഭംഗിയുള്ള ഈ ഒരു ഭൂപ്രകൃതിയൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റി ആകാശത്ത് നിന്ന്. അങ്ങനെ എൻ്റെ പൈലറ്റ് താഴെ എത്തിച്ചു. ആള് എന്നോട് യാത്രയൊക്കെ പറഞ്ഞ് അയാളുടെ സ്വന്തം കന്നോപ്പിയൊക്കെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് പിന്നീട് അടുത്ത ജമ്പിങ്ങിന് വേണ്ടി മേലോട്ട് പോകാനൊക്കെ റെഡിയായി. അപ്പോഴൊക്കെ ആയിരുന്നു കുറേ ഇതുപോലെ ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു. പലതവണ ഒരു ദിവസം തന്നെ 3-4 തവണ ഈ ജമ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടേക്ക് വരുന്നുണ്ട്. വേൾഡിലെ ബെസ്റ്റ് പാരഗ്ലൈഡിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് തുർക്കിയാണ്. സെക്കൻഡ് വണ്ണാണ് ഈ പറഞ്ഞ ബീർബലി. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവൻ വിദേശികളടക്കം ഇവിടെയെല്ലാം വരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതുമാത്രമല്ല, ഇവിടെ 14 ദിവസത്തെ കോഴ്സും ഉണ്ട് പാരാഗ്ലൈഡിങ് ജമ്പ് ചെയ്യിപ്പിക്കുന്നത്. ഓതറൈസ്ഡുള്ള ലൈസൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടേഴ്സ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അവിടെ തന്നെ താമസിച്ചാണ് പഠിക്കുന്നത്. ഞാൻ ചെയ്തത് 2500 രൂപ പ്ലസ് 500 രൂപ ക്യാമറ. പക്ഷേ 20 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 30 മിനിറ്റ് കൂടുതൽ ആകാശത്ത് നിന്നു. ജീവിതത്തിൽ നിങ്ങൾക്കും പാരാഗ്ലൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.